യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പും ജനനസമയത്തും ജനനശേഷവും മറിയം കന്യകയായിരുന്നു എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. മറിയം പരിശുദ്ധാത്മാവിനാൽ യാതൊരു മനുഷ്യ ഇടപെടലുമില്ലാതെയാണ് യേശുവിനെ ഗർഭം ധരിച്ചത് എന്ന് ഈ പ്രബോധനം ഊന്നിപ്പറയുന്നു. ജനനത്തിന് മുമ്പുള്ള കന്യകാത്വം ദൈവഹിതത്തിന് മുമ്പിൽ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം മറിയത്തിൻ്റെ കന്യകാത്വത്തിന് യാതൊരു കുറവും വരുത്തിയില്ല, മറിച്ച് അതിനെ വിശുദ്ധീകരിച്ചു എന്ന് സഭ വിശ്വസിക്കുന്നു. 649 ലാറ്ററൻ സൂനകദോസ് മറിയത്തിൻ്റെ നിത്യകന്യകാത്വം എന്നത് യേശുവിൻ്റെ ജനനത്തിന് മുമ്പും ജനനസമയത്തും ജനനശേഷവുമുള്ള കന്യകാത്വമായി നിർവചിച്ചു. ഈ നിത്യകന്യകാത്വം അവതാരത്തിലെ ദൈവിക മുൻകൈയെ എടുത്തു കാണിക്കുന്നു. മറിയത്തിൻ്റെ കന്യകാത്വം സംശയലേശമില്ലാത്ത അവളുടെ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. സഭാപിതാക്കന്മാർ മറിയത്തിൻ്റെ കന്യകാത്വത്തിന് വലിയ പ്രാധാന്യം നൽകി അതിനെ രക്ഷാചരിത്രത്തിലെ അവളുടെ അതുല്യമായ പങ്കുമായി ബന്ധിപ്പിച്ചു. സഭയുടെ ആരാധനാക്രമം മറിയത്തെ നിത്യകന്യകയായി വാഴ്ത്തുന്നു. മറിയത്തിൽ കന്യകാത്വവും മാതൃത്വവും ഒരുമിച്ച് നിലകൊള്ളുന്നു. അവ പരസ്പരം അതുല്യമായ രീതിയിൽ പൂരകമാകുന്നു.